ഹായ് ഗായ്സ്, ഞാൻ ഇന്നോട്ട് ചെയ്യാൻ പോകുന്നത് പഴംപൊരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ കുറച്ച് മൈദ ഇടുക, കുറച്ച് അരിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, ശകലം ഏലക്കാപ്പൊടി ഇടുക, ശകലം ജീരകം ചേർക്കുക, ശകലം ഉപ്പിടുക, ആവശ്യത്തിന് വെള്ളം, ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്യണം. ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇവിടെ ഷുഗർ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം പഴംപൊരി ഉണ്ടാക്കുമ്പം അത് വേവുമ്പോൾ തന്നെ അതിന് ഒരു മധുരമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ചേർക്കുക, അത് മിക്സ് ചെയ്യുക. സോഡാപ്പൊടി നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, എൻ്റെ അത്രയ്ക്ക് ചേർക്കണ്ട. അരിപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്താലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ 5 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഏത്തയ്ക്ക കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുക്കുക. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിനകത്ത് ചേർക്കാം. ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനിയും ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഓരോ പീസും ഈ മാവിനകത്ത് മുക്കി ഓയിലിനകത്ത് ഇടുക. ഒരു സൈഡ് മൂത്തതിന് ശേഷം നമ്മളത് തിരിച്ചിടുക. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലോട്ട് ചേർക്കുക. ഇനി ബാക്കി ഇരുന്ന് നേരത്തെ നമ്മൾ അതുപോലെ തന്നെ മാവിൽ മുക്കി പാനിനകത്തിടുക. കുറച്ചുകൂടെ ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇതും അതുപോലെ തന്നെ ഒരു സൈഡ് മുറിച്ചതിന് ശേഷം തിരിച്ച് ഇടുക. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുക. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.